മലയാള സിനിമയിൽ ഇങ്ങനത്തെ വയലൻസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ കൺസീവ് ചെയ്ത സമയത്ത് പറഞ്ഞില്ല ഒരു വയലന്റ് ആക്ഷൻ മൂവിയായിരിക്കും. ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി A സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ബട്ട് ഒരു തിയേറ്ററിൽ എന്റർടൈൻമെന്റ് സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതി ഉണ്ടെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KGF ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമല്ലോ. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGFിൻ്റെ റിസോഴ്സ് സാറിനെ കൊണ്ടുവന്നു. ഹനീഫ് നമുക്ക് ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാം. ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ. തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി OTT കാണുന്ന പ്രൊഡ്യൂസർ സാർ എങ്ങനെ തിയേറ്ററിൽ സിനിമയിൽ കാണാത്ത ബാക്കി പലരെയും അല്ല ആക്ച്വലി ഓവർ വയലൻസ് അങ്ങനെയല്ല. എനിക്ക് വന്ന് തിയേറ്ററിലും കാണും OTTയിലും കാണും. പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTTയിലാണ് വരാം. നമ്മുടെ അറിയാം സിനിമ 2 തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എത്ര മിനിറ്റോളം കട്ട് ചെയ്ത് പോയിട്ടോ? എത്ര മിനിറ്റോളം കട്ടായി? എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ. ഒരുപാട് സന്തോഷം. പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിക്കും. ഒരുപാട് സന്തോഷം. OTTയിലൊരു മണി വിമ്പോളിയുണ്ടോ? OTTയിലൊരു മണി വിമ്പോളിയുണ്ടോ? അനിപ്പോഴും ചോദിക്കണം. എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ